ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അശ്വിനി മെർസി റോണി. ഞാൻ ഇരളിപ്പുഴ ക്രിസ്ത്യൻ സൺഡേ സ്കൂൾ മധ്യവകുപ്പ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഈ അവസരം തന്ന ദൈവത്തിനും CSM ഭാരവാഹികളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ അല്പനേരത്തേക്കുള്ള ചിന്താവിഷയത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഈ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതത്രേ സുവിശേഷം. ഇവ വസ്തുതകളാണ്. ഈ പറഞ്ഞ 3 വസ്തുതകൾ മാറ്റി നിർത്തിയിട്ട് വേറെ സുവിശേഷം ഒന്നും തന്നെയില്ല. സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. തുടർന്ന് ക്രിസ്തു ഉയർത്തിട്ട് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ചില ദോഷങ്ങളെക്കുറിച്ച് പൗലോസ് വിവരിച്ചു പറയുന്നത്. ഒന്നാമത്, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സന്ദേശവും നിങ്ങളുടെ വിശ്വാസവും അടിസ്ഥാനമില്ലാത്തത് ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഇത് പ്രസംഗിക്കുന്ന പൗലോസും കൂട്ടരും കള്ളസാക്ഷികൾ ആണെന്ന്. മൂന്നാമത്, വിശ്വാസം ഫലശൂന്യമാകും. ക്രിസ്തുവിന്റെ മരണം യാഗമരണമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പാവപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്ഫലമാണ്. നാലാമത്തത്, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നാശത്തിലേക്കാണ് പോയതെന്ന് പറയേണ്ടി വരും. ഇനി സുവിശേഷത്തിൽ പുനരുത്ഥാനത്തെ പറ്റി സ്വയം പ്രകടനങ്ങൾ ആണ് നാം കാണുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് ആദ്യഫലം ക്രിസ്തുവാകുന്നു. പഴയ നിയമകാലത്ത് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന ആദ്യഫല പെരുന്നാളിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ അവരുടെ വിളവിന്റെ ആദ്യഫലം കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമായിരുന്നു. അതിന്റെ പൂർത്തീകരണം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ആണ്. മത്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ അവൻ മരിച്ചവരിൽ നിന്നും തിരികെ വന്നു. മരണത്തിൽ നിന്ന് മത്കരിക്കപ്പെട്ട് ഒരു ശരീരത്തോടെ തിരികെ വന്നവൻ അവൻ ഒരുവൻ മാത്രമാണ്. കർത്താവ് തന്റെ ശുശ്രൂഷ സമയത്ത് ഉയർപ്പിച്ചവരും അതിനു മുൻപ് ഉയർത്തവരും ജീവനിലേക്ക് മടങ്ങി വന്നതല്ലാതെ അവരുടെ ശരീരത്തിന് തേജസ്കരണം ലഭിച്ചിരുന്നില്ല. അതിനാൽ അവർ പിന്നെയും മരിച്ചു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തു ആദ്യഫലമായിരിക്കുന്നത്. 21-22 വാക്യങ്ങളിൽ നാം കാണുന്നത് ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസത്തിനു ശേഷം പെന്തക്കോസ്ത് ആകുന്നു. പുതിയ നിയമ പെന്തക്കോസ്തിൽ അതിന്റെ പൂർത്തീകരണമാണ് നാം കാണുന്നത്. എന്നാൽ അതിന്റെ അത്യധികമായ പൂർത്തീകരണം കാണാൻ പോകുന്നത് ക്രിസ്തു തനിക്ക് ഉള്ളവർക്കായി വീണ്ടും വരുമ്പോൾ അവരവനെ മധ്യാകാശത്തിൽ എതിരേൽക്കാൻ ആയി ഉയർക്കുമ്പോഴാണ്. 23-ാമത്തെ വാക്യത്തിൽ ഇവിടെ മരണം എന്ന നിദ്രയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ ആ മനുഷ്യൻ ആദാമാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. യേശു ക്രിസ്തുവാകുന്നു പുനരുത്ഥാനവും ജീവനും. ഓരോരുത്തരും താതാന്റെ നിരയിലത്രേ എന്നു കൊണ്ട് അർത്ഥമാകുന്നത് എല്ലാവരും കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന പൊതുവായ ഒരു ഉയർപ്പല്ല. പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി സകല മനുഷ്യരുടെ ഉയർപ്പിന്റെ ക്രമം വിവരിച്ചിരിക്കുന്നു. എല്ലാവരും ഉയർക്കും, എന്നാൽ എല്ലാവരും ഒരേ സമയത്ത് ഉയർക്കില്ല. മരിച്ച പുനരുത്ഥാനങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ അവസ്ഥ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം തന്നെയായിരുന്നു. അടുത്ത കൂട്ട് രക്ഷിക്കപ്പെട്ടവരെല്ലാം തന്നെ. അതെ, ക്രിസ്തുവിലുള്ളവർ. ക്രിസ്തുവിലുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വ്യാപകമായ ഒരു അർത്ഥത്തിൽ തന്നെ എല്ലാ കാലത്തുമുള്ള എല്ലാ രക്ഷിക്കപ്പെട്ടവർ തന്നെ. ഇതിന് പറഞ്ഞിരിക്കുന്ന സമയം വളരെ വ്യാപകമായ ഒന്നത്രേ. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ ഉദ്ദേശിച്ചാകും അത് പൗലോസ് പറഞ്ഞത്. 24 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ അവസാനം എന്നതിന്റെ അർത്ഥം സാത്താനെ വീണ്ടും കുറെ കാലത്തേക്ക് സ്വതന്ത്രനാക്കും, എന്നിട്ട് അവിടെ എന്നേക്കുമായി തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിനുശേഷം കർത്താവ് യേശു തന്റെ രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കും. അതായിരിക്കും നിത്യരാജ്യം.
അന്നേരം യേശു ക്രിസ്തു എല്ലാ ഭരണത്തെയും ശക്തിയെയും അടക്കും, അതായത് സാത്താനെ കീഴടക്കും. ഈ ഭൂമിയിൽ ക്രിസ്തു തന്റെ വാഴ്ച പൂർത്തിയാക്കി തന്റെ നിത്യരാജ്യം സ്ഥാപിച്ചതിനു ശേഷം ആദിയിൽ അവനായിരുന്ന അവസ്ഥയിൽ തിരിച്ചു പോകും. അന്നേരം ദൈവം സകലത്തിനും സകലവുമായിരിക്കും. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരമ അധികാരത്തോട് മത്സരിക്കുന്ന ഒന്നും ഇല്ലാതെ വരികയും മധ്യസ്ഥൻ മുഖാന്തരം ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുകയും ദൈവ സൃഷ്ടികളോട് നേരിട്ടിടപെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം ഇടപെടുന്നതിനും ദൈവത്തോട് കൂട്ടായ്മ അനുഭവിക്കുന്നതുമായ നില നിത്യത്തോളം നിർവിഘ്നം തുടർന്നോടെ ഇരിക്കുന്ന കാലയളവായിരിക്കും ഇത്. പുത്രൻ പിതാവിന് വേണ്ടി ഒന്നും നിറവേറ്റാൻ ഇല്ലാത്തതിനാൽ ഭരണപരമായി പറയുമ്പോൾ പുത്രൻ സ്വൽമനസ്സാൽ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.